ഹലോ, വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പിസ്സ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഒരു ഫ്രൈ പാനിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സൂപ്പർ പിസ്സയാണിത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു പിസ്സയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓവനൊന്നും ഇല്ലാണ്ട് നമുക്ക് സാധാരണ നമ്മൾ എല്ലാവരുടെയും വീട്ടിലുള്ള ഫ്രൈ പാൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ചീസി പിസ്സ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു പിസ്സ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഈസ്റ്റ് ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈ ഈസ്റ്റ് ആയാലും മതി, കുഴപ്പമില്ല. ഇനി 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1/2 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിന് ഇതുപോലെ ഫെർമെൻ്റ് ആവാൻ വെക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ഡ്രൈ ഈസ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഒരു 10 മിനിറ്റ് ഇത് ഫെർമെൻ്റ് ആവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. അതിലോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 3 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ എടുക്കുക. ഏതെങ്കിലും ഒരു ഫ്ലേവർലെസ് ഓയിൽ എടുക്കുക. വെളിച്ചെണ്ണ ഒരിക്കലും എടുക്കരുത്. എന്നിട്ട് ഈ ഓയിലും അതുപോലെ തന്നെ ഉപ്പും ഈ ഒരു ഫ്ലോറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ കൈവച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, അതിപ്പോൾ നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു 1/2 കപ്പ് പാല് തന്നെ മതിയാവും ചില മൈദാമാവിലോട്ട്. ചില മൈദാമാവ് ഭയങ്കരമായിട്ട് ഒരു ഹാർഡാവുന്ന മാവായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാല് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ മാവ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിക്കോളും. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചു കൊടുക്കുമ്പം ചപ്പാത്തി മാവിൻ്റെ അത്രയും ഒരു കട്ടിയിലുള്ള മാവല്ല നമുക്ക് വേണ്ടത്, കുറച്ചും കൂടി സ്റ്റിക്കി ആയിട്ടുള്ള മാവാണ്. അപ്പോൾ കട്ടിയാണെന്ന് തോന്നുവാണെങ്കിൽ 1-2 ടീസ്പൂണ് ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമോ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് കേട്ടോ വേണ്ടത്. ഞാനൊരു ബൺ റെസിപ്പി ഇട്ടില്ലേ, ആ ബൺ റെസിപ്പിയിൽ ഉള്ള അതേപോലത്തെ മാവാണ് നമുക്ക് വേണ്ടത്, കുറച്ചും കൂടി സ്റ്റിക്കി ആയിട്ടുള്ള മാവ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം, അത്യാവശ്യം നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കി ആയതുകൊണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഓയിൽ തടവിയിട്ട് നല്ലതുപോലെ ഒരു 5-10 മിനിറ്റ് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നമ്മുടെ പിസ്സ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് ബീറ്ററിലോ അല്ലെങ്കിൽ സ്റ്റാൻഡ് ബീറ്ററിലോ മറ്റോ കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് റോളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം. മുകൾ ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. മുകൾ ഭാഗം ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊരു ക്ലീൻ ഫിലിം വെച്ചിട്ട് റാപ്പ് ചെയ്തെടുക്കാം. ക്ലീൻ ഫിലിം തന്നെ വേണമെന്നില്ല, ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് മൂടിക്കൊടുത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലീൻ ഫിലിമോ അല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിലോ വെച്ചിട്ട് റാപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴേക്കും നല്ല ഫെർമെൻ്റ് ആയിട്ട് വന്നോളും നമ്മുടെ മാവ്. അപ്പോൾ 3 മണിക്കൂർ മിനിമം വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ മതി. മാവ് നല്ല ഡബിളായിട്ട് വരണം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഫെർമെൻ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സക്കുള്ള സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കുകയാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 തക്കാളിയാണ്. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തക്കാളി ആണെങ്കിൽ 3 എണ്ണം മതിയാവും കേട്ടോ. അപ്പോൾ ഈ തക്കാളി നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബാക്ക് സൈഡ് ഇങ്ങനെ മുറിയിട്ട് കൊടുത്തിട്ട് ഈ ഒരു തിളക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ തൊലി, മേൽ ഭാഗത്തുള്ള ആ ഒരു തൊലി ഉണ്ടല്ലോ, ഒരു പ്ലാസ്റ്റിക് പോലുള്ള തൊലി, ആ തൊലി നമ്മൾ കളയും. അപ്പോൾ ആ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ ജസ്റ്റ് മുറിയിട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. 5 മിനിറ്റിന് ശേഷം നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്താൽ മതി കേട്ടോ. ആ ഒരു തൊലിയൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നത് കാണും ഒരു 5 മിനിറ്റ് തിളപ്പിക്കുമ്പോഴത്തേക്കും. ആ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളിത് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാൽ മതി.
ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാവും നമ്മുടെ തക്കാളി. എന്നിട്ട് നമ്മൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തൊലി പെട്ടെന്ന് കളയാൻ പറ്റും. അപ്പോൾ അത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോർ, പിന്നെ ഉപ്പ്, മുട്ട ഇതൊക്കെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. ഒരു 2-3 പീസ് ബോൺലെസ് ചിക്കൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളി തണുത്തിട്ടുണ്ട്. അത് ഇതുപോലെയാണ് കേട്ടോ തൊലി കളയേണ്ടത്. അപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി എടുത്താൽ മതി. നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ തക്കാളി അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പിസ്സ സോസ് റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലാണ്. ആ ഓയിലിൽ നിന്നും ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഓയിൽ എപ്പോഴും വെജിറ്റബിൾ ഓയിൽ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യരുത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താൽ ആ ഒരു ഫ്ലേവർ നമ്മുടെ പിസ്സക്ക് വരും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഓയിൽ ചൂടാകുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കണം. ഒരു സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്ന് വന്നിട്ട് അങ്ങ് ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് സോട്ടായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ആണ്. 1 ടീസ്പൂൺ ഒറിഗാനോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ തക്കാളിയുടെ പേസ്റ്റിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടിയാൽ മതി. ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള തക്കാളിയാണ്, അപ്പോൾ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. മൊസറല്ല ചീസ് ഈ ഒരു സോസിലോട്ടും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ വേണമെന്നില്ല, വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ലാസ്റ്റ് ഈ ചീസ് നമ്മൾ ചേർത്ത് കൊടുത്തത് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ പിസ്സക്ക് വേണ്ടുന്ന പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെ ഒരു സവാള, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം. അപ്പോൾ ക്യാപ്സിക്കം പല കളറിൽ കിട്ടുന്നതാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ എനിക്ക് ഗ്രീൻ കളറിലുള്ളത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് എടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിസ്സയ്ക്ക് ക്യാരറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ക്യാബേജ് എടുത്താൽ മതി. നല്ല വയലറ്റ് കളറിലുള്ള ക്യാബേജ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. പർപ്പിൾ കളറിലുള്ള ക്യാബേജ് ഉണ്ടല്ലോ, അതെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനൊരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതാ ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ലതുപോലെ നല്ല ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എയർ ബബിൾസ് ഒന്ന് കളയാം. ചെറുതായിട്ടൊന്ന് കുഴച്ചാൽ മതി, ഒരുപാട് കുഴക്കണ്ട കേട്ടോ. ഒരുപാട് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അതിനുള്ളിലത്തെ എയർ ബബിൾസ് ഒക്കെ ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിസ്സ ശരിക്കുള്ള സ്ട്രക്ചറിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഫ്രൈ പാൻ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു പഴയ പാനിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ പാനിൽ ഈ ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് ഇതിൽ തന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് തിന്നായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് വേണ്ടത് പിസ്സയ്ക്ക്. ഒരുപാട് തിന്നായിട്ടുള്ള, കുറച്ച് തിക്കായിട്ടുള്ളതാണ് വേണ്ടത്, ഒരുപാട് തിന്നായിട്ടുള്ളതല്ല വേണ്ടത്. അപ്പോൾ ഈ ഒരു പാനിൽ തന്നെ നിങ്ങൾ പരത്തിയെടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ പാനാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഒരുപാട് തിക്കായി കഴിഞ്ഞാലും ഒരുപാട് തിന്നായി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അതാ ഒരു അര ഇഞ്ച് എന്താ പറയുക അളവിൽ പരത്തിയെടുത്താൽ മതി. 1/2 ഇഞ്ച് തിക്നെസ് ഇരുന്നോട്ടെ. ഒരു സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊക്കിയിട്ട്
പരത്തിയെടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും ഹോളാക്കി കൊടുക്കുക. ഫോർക്ക് വെച്ചിട്ട് ഹോളാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങി വരും. ആ ഒരു പൊള്ളിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാണാനൊരു ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ എല്ലായിടത്തും ഒരുപോലെ പൊങ്ങി വരാനായിട്ട് ഹോളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റൗ ടോപ്പിൽ വെക്കാം. സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് അടിഭാഗം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. 1 മിനിറ്റ്, കറക്റ്റ് 1 മിനിറ്റ്, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കാരണം നമ്മളിത് ഡയറക്റ്റ് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 ഭാഗവും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ ഒരു ഭാഗത്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ പിസ്സ അടി ഹാർഡായി പോവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മറിച്ചിടുന്നത്. എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫില്ലിങ്സ് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടിഭാഗം ഹാർഡായി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ബാക്കി ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് പിസ്സ സോസ് ഇതുപോലെ പരത്തി കൊടുക്കാം. അപ്പോൾ പിസ്സ സോസൊക്കെ ഒരുപാട് തണുക്കാൻ പാടില്ല കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ മൊസറല്ല ചീസൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ച് ഹാർഡായി പോകും. ഇനിയിപ്പോൾ തണുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഗ്യാസ് സ്റ്റോപ്പ് ഫ്ലെയിം ഓഫാണ് കേട്ടോ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര ചേർത്ത് കൊടുത്താൽ മതി. ചീസ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ കളറിലുള്ള വെജിറ്റബിൾസും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കാണാൻ നല്ലൊരു ചേലാണ്, എന്താ പറയുക, നല്ലൊരു രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പല കളറിലുള്ള ക്യാപ്സിക്കം യൂസ് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ക്യാപ്സിക്കം ഒരേ കളർ ആയതുകൊണ്ട് ഞാൻ തക്കാളി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസും കൂടി എല്ലായിടത്തും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലോട്ടും കുറച്ച് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. കാരണം ആ ഒരു ചീസ് മെൽറ്റായിട്ട് വൈറ്റ് പോർഷൻ ആയിരിക്കും മുകളിൽ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് പോർഷൻ മാത്രമല്ല, ഒന്ന് ജസ്റ്റ് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലോട്ടും കൂടി കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കൻ്റെ പീസും ഒക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു തട്ടി ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ തട്ടിയുടെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ പിസ്സ വെച്ച് കൊടുക്കാം. ഡയറക്റ്റ് ആയിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിഭാഗം ഹാർഡായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു തട്ടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 10 to 15 മിനിറ്റ്സ് വെച്ചാൽ മതി. അതിനുള്ളിൽ തന്നെ ബേക്കായി വന്നോളും 170 ഡിഗ്രിയിൽ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ്സ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ്സ് വെച്ചാൽ മതി. അതിനേക്കാളും കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞിട്ട് അപ്പം പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 മിനിറ്റ്സ് ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പിസ്സ റെഡിയായി എന്നാണ് അർത്ഥം. ഇപ്പം നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അടിഭാഗവും കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് പീസാക്കി എടുക്കാം. അപ്പോൾ പിസ്സ എപ്പോഴും ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. പിസ്സ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മൊസറല്ല ചീസൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു തവി വെച്ചിട്ട് പീസാക്കി എടുക്കാം. ഇപ്പം ഞാനിത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ചീസൊക്കെ നല്ല വലിഞ്ഞു വരുന്ന പിസ്സയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ച് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ വലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.